ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 1. ദൈവത്തിൻ്റെ സൗമ്യമായ കൃപ. പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 2 വാക്യം. എല്ലാ സത്യവും പറയുക, പക്ഷേ അത് വളച്ചുകെട്ടി പറയുക. കവി എമിലി ഡിക്കിൻസൺ എഴുതി. ദൈവത്തിൻ്റെ സത്യവും മഹത്വവും ദുർബലരായ മനുഷ്യർക്ക് ഒരേ സമയം മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത വിധം വളരെ തിളക്കമുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയും സത്യവും വളച്ചുകെട്ടിയ നിലയിൽ സൗമ്യമായി പരോക്ഷമായ വഴികളിൽ പങ്കിടുകയും സ്വീകരിക്കുകയുമാണ് നമുക്ക് നല്ലത്. കാരണം സത്യം ക്രമേണ കണ്ണഞ്ചിപ്പിക്കും, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അന്ധനായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 4 അധ്യായത്തിൽ സമാനമായ ഒരു വാദം ഉന്നയിച്ചു. പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും കൂടെ നടക്കാനും ദീർഘക്ഷമയുള്ളവരായിരിക്കാനും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കാനും പൗലോസ് വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. വിശ്വാസികളുടെ പരസ്പരമുള്ള സൗമ്യതയ്ക്കും കൃപയ്ക്കും അടിസ്ഥാനം നമ്മോടുള്ള ക്രിസ്തുവിൻ്റെ കൃപയുള്ള വഴികളാണെന്ന് പൗലോസ് വിശദീകരിച്ചു. യേശുവിൻ്റെ ജഡധാരണത്തിൽ യേശുവിനെ വിശ്വസിക്കാനും സ്വീകരിക്കാനും ആളുകൾക്ക് കഴിയേണ്ടതിന് ആവശ്യമായ ശാന്തവും സൗമ്യവുമായ വഴികളിൽ യേശു തന്നെ വെളിപ്പെടുത്തി. അങ്ങനെയുള്ള സൗമ്യവും സ്നേഹനിർഭരവുമായ വഴികളിൽ തൻ്റെ ജനത്തിന് വളരാനും പക്വത പ്രാപിക്കാനും ആവശ്യമായ വഴികളിൽ അവരെ വരപ്രാപ്തരാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന വഴികളിൽ അവൻ തന്നെ വെളിപ്പെടുത്തുന്നത് തുടരുന്നു. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം അത് തുടരുന്നു. നാം വളരും തോറും പ്രത്യാശയ്ക്കായി മറ്റെവിടെയെങ്കിലും നോക്കാനുള്ള സാധ്യത കുറയുകയും യേശുവിൻ്റെ സൗമ്യമായ സ്നേഹത്തിൻ്റെ മാതൃക പിന്തുടരുന്നതിൽ കൂടുതൽ ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. ചിന്തിക്കുക, ദൈവത്തിൻ്റെ കൃപയും സത്യവും സൗമ്യവും പരോക്ഷവുമായ വഴികളിലൂടെ നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്? മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ യേശുവിൻ്റെ സൗമ്യമായ വഴികൾക്ക് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത്? ദൈവത്തിന് മഹത്വം.